ഇവർ വിവാഹിതരായാൽ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ കാലം മായ്ക്കാത്ത മുറിവുകളില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ചില ഓർമ്മകൾ മനസ്സിൽ ഉണങ്ങാത്ത മുറിവുകളായി എന്നും തന്നെ അവശേഷിക്കും. അച്യുതന്റെ മനസ്സിലും അങ്ങനെ ഒരു ഭയാനകമായ ഭൂതകാലം ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. 23 വർഷങ്ങൾക്ക് മുൻപുള്ള ആ ഒരു കറുത്ത രാത്രി, ഇടിമിന്നലും പേമാരിയും തകർത്തു പെയ്യുന്ന ആ ഒരു രാത്രിയിലാണ് ഭവാനി എന്ന രാക്ഷസിയുടെ യഥാർത്ഥ മുഖം അച്യുതൻ കാണുന്നത്. സത്യദാസിനോടുള്ള പക തീർക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഒന്നടങ്കം ഇല്ലാതാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവളായിരുന്നു ഭവാനി. സത്യദാസിന്റെ ഭാര്യയെ ഗുണ്ടകളെ ഏൽപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചവൾ. ആ പിഞ്ചു കുഞ്ഞിനെ അച്യുതന്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതിനെ കൊണ്ടുപോയി എവിടെയെങ്കിലും കൊന്നുകളയണം. ഇവളുടെ ഒരു പൊടി പോലും ഇനി ഭൂമിയിൽ അവശേഷിക്കാൻ പാടില്ല. അന്ന് അച്യുതന്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. ജീവന് വേണ്ടി കരയുന്ന ആ ഒരു പിഞ്ചു കുഞ്ഞിനെ എങ്ങനെ ഇല്ലാതാക്കും? മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും അതിന് കഴിയില്ല. ഭവാനിയെ ഭയന്ന് ആ കുഞ്ഞിനെ കൊന്നുവെന്ന് കള്ളം പറഞ്ഞ് അവളെ സ്വന്തം മകളായി നെഞ്ചോട് ചേർത്ത് വളർത്തുകയായിരുന്നു അച്യുതനും ഭാര്യ അംബികയും. ആ കുഞ്ഞാണ് ഇന്നത്തെ ഭൂമിജ, അവരുടെ പ്രാണനായ, അവരുടെ ലോകമായ ഭൂമിജ. സത്യദാസിന്റെ ഭാര്യ അന്ന് ഗുണ്ടകളുടെ കയ്യിൽ നിന്നും അത്ഭുതകരമായിട്ട് തന്നെ രക്ഷപ്പെട്ടു. പക്ഷേ അവർ എവിടെയാണെന്ന് ആർക്കും തന്നെ അറിയില്ലായിരുന്നു. ഭവാനി കരുതിയത് രണ്ടുപേരും എന്നേക്കുമായി ഇല്ലാതായി എന്നാണ്. എന്നാൽ കാലം കാത്തുവെച്ച കാവ്യനീതി പോലെ 1/4 നൂറ്റാണ്ടിനപ്പുറം അച്യുതന്റെ മുന്നിൽ ഭവാനി വീണ്ടും അവതരിച്ചു. ആകസ്മികമായ ആ കൂടിക്കാഴ്ച അച്യുതന്റെ നെഞ്ചിലൊരു ഇടിത്തീവിയെ പോലെയാണ് വീണത്. ഭവാനിയെ കണ്ട നിമിഷം അച്യുതന്റെ ദേഹമാസകലം വിയർത്ത് പഴയ ഓർമ്മകൾ ഒരു കൊടുങ്കാറ്റായി മനസ്സിലൂടെ കടന്നുപോയി. തന്നെ കൊല്ലാനേൽപ്പിച്ച ആ കുഞ്ഞ് മരിച്ചോ അതോ അച്യുതൻ അവളെ ജീവിക്കാൻ അനുവദിച്ചോ എന്നൊരു സംശയം ഭവാനിയുടെ കണ്ണുകളിൽ അലയടിക്കുന്നത് അച്യുതൻ തിരിച്ചറിഞ്ഞു. എങ്ങനെയെങ്കിലും അവരിൽ നിന്നെല്ലാം തന്നെ ഒളിച്ചോടണം. തന്റെ മകളെ അവർ ഒരിക്കലും കാണാൻ പാടില്ല എന്ന് അച്യുതൻ ഉറപ്പിച്ചു. പക്ഷേ വിധി അവർക്കായി മറ്റൊരു തിരക്കഥയാണ് ഒരുക്കി വെച്ചിരുന്നത്. പുലർച്ചെ തന്നെ അച്യുതന്റെ വീട്ടിൽ വലിയ തിരക്കായിരുന്നു. അച്യുതനും അംബികയും ഭൂമിജയും ചേർന്നുകൊണ്ട് ചെറിയൊരു ചായക്കട നടത്തുകയാണ്. അന്ന് അവർക്ക് വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. സൗഭാഗ്യപുരത്തെ വലിയ തറവാട്ടിലേക്ക് വേണ്ട പലഹാരങ്ങൾ ഉണ്ടാക്കണം. അംബികയും സഹായത്തിനായി വന്ന ചേച്ചിയും കൂടി അവർ അടുക്കളയിൽ ഇങ്ങനെ വിയർപ്പൊഴുക്കുകയാണ്. അച്ചപ്പവും മുറുക്കും ഉണ്ണിയപ്പവും അങ്ങനെ പലതരം പലഹാരങ്ങൾ. ഭൂമിജ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് എല്ലാത്തിനും ഓടി നടന്ന് സഹായിക്കുന്നുണ്ട്. അവളുടെ മുഖത്ത് ഐശ്വര്യവും ചിരിയും കാണുമ്പോൾ അച്യുതന്റെ ഉള്ളിലെ ഭയം കുറച്ചൊന്ന് ശമിക്കും. അതേസമയം സൗഭാഗ്യപുരത്ത് മറ്റൊരു വലിയ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു. അജയുടെയും അഞ്ജനയുടെയും വിവാഹ നിശ്ചയം. അജയ്ക്ക് ഈ കല്യാണത്തിന് തീരെ താല്പര്യമില്ലായിരുന്നു. അവന്റെ മനസ്സിൽ നയന എന്നൊരു പെൺകുട്ടിയാണുള്ളത്. അവളൊരു എഴുത്തുകാരിയാണ്. അഞ്ജനയുടെ മുത്തശ്ശിയും അമ്മ സംഗീതയും ഇതൊന്നും തന്നെ അറിയുന്നില്ല. അവർ അജയുടെ കൂട്ടുകാരനായ ആൽഫ്രഡിനെ സ്വാധീനിച്ച് അജയെ കൊണ്ട് ഈ ഒരു കല്യാണത്തിന് സമ്മതിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന അജയെ കാണാൻ ആൽഫ്രഡ് എത്തി. അവനെ കണ്ടപ്പോൾ അജയ് ചോദിച്ചു, എന്താടാ ഈ വഴിക്ക്? ഇന്ന് നീ ഒരു കേസും ജയിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം, പിന്നെന്താടാ ഇവിടെ? എടാ, ഞാൻ നിന്നെ കൊണ്ടൊരു കാര്യം സമ്മതിപ്പിക്കാനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്. നാളെ നിന്റെയും അഞ്ജനയുടെയും വിവാഹ നിശ്ചയം നടത്താൻ വീട്ടുകാർ തീരുമാനിച്ചിരിക്കുക. ആൽഫ്രഡ് ഒറ്റ ശ്വാസത്തിലങ്ങ് പറഞ്ഞു തീർത്തു. ഇത് കേട്ട് അജയ് ചാടി എഴുന്നേറ്റ്. എന്നോട് ചോദിക്കാതെ എന്റെ കല്യാണ നിശ്ചയം നടത്താനോ? എന്താടാ നീ ഈ പറയുന്നത്? ആൽഫ്രഡ് വിക്കി പറഞ്ഞു. അത് പിന്നെ 2 ദിവസം മുൻപേ നിന്റെ വീട്ടുകാർ ഞാൻ പോയപ്പോൾ നിന്റെ അമ്മയും മുത്തശ്ശിയും കൂടി എന്നെ കൊണ്ട് കുറേ ആഹാരം കഴിപ്പിക്കാൻ ശ്രമിച്ചു. അവസാനം വയറ് പൊട്ടുമെന്നായപ്പോൾ അവരുടെ ഡിമാൻഡ് ഞാൻ അംഗീകരിച്ചു. സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കിടന്നേനെ. എന്തൊക്കെയാടാ നീ ഈ പറയുന്നത് എന്ന് അജയ് ദേഷ്യത്തോട് ചോദിച്ചു. നിന്നെ കൊണ്ട് നിന്റെ മുറപ്പെണ്ണിനെ കല്യാണത്തിന് സമ്മതിപ്പിക്കണമെന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തടാ. അജയുടെ കണ്ണുകൾ ചുവന്നു. എന്താ നീ പറയുന്നത്? അഞ്ജനയുമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിക്കണമെന്നോ? അത് ഈ ജന്മം നടക്കില്ല. എന്നെ അറിയാമെന്ന് പറയുന്ന നീ തന്നെയാണോടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എടാ, കല്യാണ നിശ്ചയമല്ലേ, ഇതങ്ങ് നടന്നോട്ടെ. കല്യാണമൊന്നുമല്ലല്ലോ. നിശ്ചയം കഴിഞ്ഞാലും എന്തായാലും 3 മാസം കഴിഞ്ഞിട്ടേ കല്യാണം കാണൂ. അപ്പോഴേക്കും നിന്റെ നയന തിരിച്ചെത്തും. അത് കഴിഞ്ഞ് ഇതെങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടാന്ന് വെക്കാലോ. തൽക്കാലം നീ ഈ കല്യാണ നിശ്ചയത്തിന് സമ്മതിക്ക്. നയന വന്നതിന് ശേഷം എല്ലാവരോടും സത്യം തുറന്നു പറയാം. നിന്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയുണ്ട് എന്നും അവൾ ക്രിസ്ത്യാനിയാണെന്നുമൊക്കെ നമുക്ക് പതിയെ വീട്ടുകാരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. മുത്തശ്ശിയുടെ സ്വഭാവം അറിയാലോ. നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കും. അജയ് ഒന്നും ദീർഘനിശ്വാസം വിട്ടു. എന്നാലും അത് ശരിയാവില്ലടാ. ഇത് നയന അറിഞ്ഞാൽ അവൾ എന്നെ തെറ്റിദ്ധരിക്കില്ലേ? ഞാൻ അവളെ വഞ്ചിച്ചെന്ന് അവൾ കരുതില്ലേ? ഹേയ് ഇല്ലടാ, ഇതൊക്കെ നിന്റെ തോന്നലാണ്. തൽക്കാലം നീ ഇതിന് സമ്മതിക്ക്. ആൽഫ്രഡ് അവനെ ആശ്വസിപ്പിച്ചു. അജയ് മറുപടിയൊന്നും തന്നെ പറയാതെ മൗനമായി നിന്നു. അവൻ സമ്മതിച്ചല്ലോ എന്ന ആ ഒരു ആശ്വാസത്തിൽ ആൽഫ്രഡ് അവിടെ ഇരുന്നു. അപ്പോഴാണ് അവർക്കിടയിലേക്ക് ചായയുമായി ഭൂമിജ കടന്നു വരുന്നത്. ഇവളെ കണ്ടപ്പോൾ അജയ് അല്പനേരം ഒന്ന് നോക്കി നിന്നുപോയി. ആൽഫ്രഡ് പെട്ടെന്ന് എഴുന്നേറ്റ് പറഞ്ഞു, അയ്യോ, സാറും ഉണ്ടായിരുന്നോ? ഇതറിഞ്ഞെങ്കിൽ ഒരു ചായ കൂടി കൊണ്ടുവരുമായിരുന്നല്ലോ എന്ന് കരുതിയാവുമല്ലേ? വേണ്ട, ഞാൻ അവിടെ വന്ന് കുടിച്ചോളാം. ഇങ്ങ് കൊണ്ടുവരൊന്നും വേണ്ട, ബുദ്ധിമുട്ടേണ്ട കേട്ടോ.
ചിരിച്ചുകൊണ്ട് തന്നെ ഭൂമിജ ചായ ഗ്ലാസുകൾ അവിടെ വെച്ചു. അജയ് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ നടന്നുപോയി. അജയ് അവളെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. ഈ കുട്ടിയെ കണ്ട ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണെന്ന് പറയത്തില്ല അല്ലേ? ഏതോ വലിയ വീട്ടിലെ കുട്ടിയാണെന്നേ പറയുള്ളൂ. നല്ല ഐശ്വര്യം, കാണാൻ നല്ല വിവരവും പക്വതയും എല്ലാം ഉണ്ട്, ആൽഫ്രഡ് പറഞ്ഞു. അല്ല, നിനക്ക് ഇത്രക്ക് ഇഷ്ടമാണോ അവളെ? അല്ല, നിനക്ക് ഇഷ്ടമായോ അവളെ? ഇത്രയും വർണ്ണന ആരെക്കുറിച്ച് നീ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഇവളോട് നിനക്ക് ആരാധനയാണോ അതോ പ്രേമമാണോ? അജയ് കളിയാക്കി. അയ്യോ, എന്നെ വിട്ടേക്ക്. ഒരു സത്യം പറയാൻ പാടില്ലേ? എനിക്ക് ആരോടും പ്രണയവുമില്ല, ഇഷ്ടവുമില്ല. ഞാൻ പോവാ. അപ്പോ നാളെ നിശ്ചയത്തിന് കാണാം. ഇത്രയും പറഞ്ഞ് ആൽഫ്രഡ് അവിടെ നിന്ന് പോയി. അജയ് ഭൂമിജയെക്കുറിച്ച് പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ചിന്തിച്ചു. പെട്ടെന്ന് തന്നെ MLA മകന്റെ മരണത്തെക്കുറിച്ചുള്ള ആ ഒരു കേസ് അന്വേഷണത്തിന്റെ കാര്യങ്ങൾ അവൻ ഓർമ്മിച്ചു. ഭൂമിജ പറഞ്ഞ ഐഡിയയെക്കുറിച്ച് ചിന്തിച്ച് അന്വേഷണം ആ ഒരു വഴിക്ക് കൊണ്ടുപോകാൻ തന്നെ അവൻ തീരുമാനിച്ചു. ഇതേ സമയം അച്യുതനെ കണ്ട ആ നിമിഷം മുതൽ ഭവാനിയുടെ മനസ്സിൽ സംശയങ്ങളുടെ പെരുമ്പറ മുഴങ്ങുന്നുണ്ടായിരുന്നു. സത്യദാസിന്റെ മകൾ ജീവനോടെയുണ്ടോ അതോ മരിച്ചോ എന്നറിയാതെ ഭവാനി അസ്വസ്ഥയായിരുന്നു. സത്യാവസ്ഥ എന്തായാലും അത് അച്യുതനിൽ നിന്ന് തന്നെ അറിയണം. അതിനായി അച്യുതൻ താമസിക്കുന്ന ആ ഒരു വാടക വീട് ഭവാനി കണ്ടുപിടിച്ചു. വീടിന്റെ മുറ്റത്ത് കാർ വന്നു നിന്നപ്പോൾ അച്യുതൻ ഞെട്ടിപ്പോയി. ഭവാനിയെ കണ്ടപ്പോൾ അയാൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. വിയർപ്പ് കണങ്ങൾ നെറ്റിയിൽ പൊടിഞ്ഞു. ഒരടി പോലും മുന്നോട്ട് വെക്കാൻ കഴിയാതെ അയാൾ തറഞ്ഞു നിന്നു. ഭവാനി പതിയെ കാറിൽ നിന്നും ഇറങ്ങി അച്യുതന്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നെ കണ്ടുപിടിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അവസാനം ഞാൻ നിന്റെ മുന്നിലെത്തി. എന്നെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ തമ്മിൽ ഒരു പരിചയമുണ്ട്. ആ വാക്കുകളിലെ പരിഹാസം അച്യുതന്റെ നെഞ്ചകം പിളർത്തു. മാഡം, നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വേറെ എവിടെയെങ്കിലും വെച്ച് സംസാരിക്കാം. ദയവ് ചെയ്ത് ഇപ്പോൾ ഇവിടെ ഒന്നും പറയരുത്. അകത്ത് ഭാര്യയുണ്ട്, പ്ലീസ്. അച്യുതൻ കൈകൂപ്പി അപേക്ഷിച്ചു. തന്റെ കാറിൽ ഞാനൊരു പേപ്പർ എഴുതി വെച്ചിരുന്നില്ലേ എന്നെ കാണണമെന്ന്? എന്നിട്ട് താൻ വന്നോ? ഏതായാലും ഇതുവരെ വന്നതല്ലേ, നമുക്ക് പുറത്തുനിന്ന് തന്നെ സംസാരിക്കാം, ഭവാനി കടുപ്പിച്ചു പറഞ്ഞു. എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് മാഡം. മാഡം എന്റെ കയ്യിൽ തന്ന ആ കുഞ്ഞ്, അതിനെക്കുറിച്ച് അറിയാനല്ലേ ഇപ്പോൾ ഇവിടെ വന്നത്? അച്യുതൻ വിറയാർന്ന ശബ്ദത്തിൽ ചോദിച്ചു. അപ്പോ തനിക്ക് ഓർമ്മയുണ്ടല്ലേ? എന്നാ പറ, എനിക്കറിയണം. ആ കുഞ്ഞിനെ താൻ കൊന്നു കളഞ്ഞോ അതോ ഇപ്പോഴും ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടോ എന്ന് എനിക്കറിയണം. ഭവാനിയുടെ കണ്ണുകളിൽ തീ പാറി. മാഡം പറഞ്ഞതുപോലെ അന്ന് രാത്രി തന്നെ ഞാൻ ആ കൊച്ചിനെ അങ്ങ് ഇല്ലാതാക്കി. താഴ്വാരത്തിന്റെ മുകളിൽ നിന്നും ഒരു മലയുണ്ടല്ലോ, അവിടെ നിന്ന് ഞാൻ അവളെ താഴേക്കിട്ടു. ആ കൊച്ചിന്റെ പൊടി പോലും ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. ഇനി എന്തിനാ മാഡം അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കുന്നത്? അച്യുതൻ ഒരുപാട് ധൈര്യം സംഭരിപ്പിച്ചുകൊണ്ട് തന്നെ കള്ളം പറഞ്ഞു. ഭവാനിയുടെ മുഖത്തൊരു വല്ലാത്ത ഭാവം മെന്നി മറഞ്ഞു. താൻ പറഞ്ഞത് സത്യം തന്നെയാണല്ലോ അല്ലേ? ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. ഇത് പറയാൻ നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ പേടിക്കുന്നത്? ഒരു കുഞ്ഞിനെ കൊല്ലാൻ ഏൽപ്പിച്ചതല്ലേ, അത് ചെയ്തത് ഞാനും. അപ്പോ പേടിക്കില്ലേ മാഡം? ഞാനും ഭാര്യയും ഞങ്ങളുടെ മകളുമായി ഒതുങ്ങിക്കൂടി ജീവിക്കുക. ഇനി പഴയ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നാൽ അത് ബാധിക്കുന്നത് എനിക്കും കൂടിയല്ലേ മാഡം? അതുകൊണ്ടാ മാഡത്തെ ആദ്യം കണ്ടപ്പോൾ ഞാനൊന്ന് ഭയന്നു പോയത്, അവിടെ നിന്നും ഒളിച്ചോടി പോയത്. അച്യുതൻ പറഞ്ഞു. അത് വിശ്വസിച്ച് ഭവാനി പറഞ്ഞു. എന്നാ ശരി, ഇനി നമ്മൾ തമ്മിൽ കാണാൻ ഇടവരാതിരിക്കട്ടെ. ഭവാനി കാറിലേക്ക് കയറാൻ തിരിയുമ്പോഴാണ് അവിടേക്ക് ഭൂമിജ വന്നത്. സത്യദാസിന്റെ മകൾ അഭിരാമി എന്ന ഭൂമിജ. കൊല്ലാനേൽപ്പിച്ച ആ 2.5 വയസ്സുകാരിയെ വർഷങ്ങൾക്ക് ശേഷമാണ് ഭവാനി കാണുന്നത്. ഭൂമിജയെ കണ്ടപ്പോൾ ഭവാനി കണ്ണെടുക്കാതെ നോക്കി നിന്നുപോയി. സത്യദാസിന്റെ മുഖഛായ. അച്യുതൻ ആകെ വിയർത്തു കുളിച്ചു. ഭവാനിയും ഭൂമിജയും പരസ്പരം കാണരുത് എന്ന് അയാൾ എത്രമാത്രം ആഗ്രഹിച്ചതാണോ അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. വണ്ടിയുടെ ഒച്ച കേട്ട് അംബിക പുറത്തേക്ക് വന്നു. ഭൂമിജ അച്യുതനോട് ചോദിച്ചു, ഇതാരാ അച്ഛാ? ഭവാനി പെട്ടെന്ന് ചോദിച്ചു, ഈ കുട്ടി ഈ വീട്ടിലുള്ളതാണോ? ചിരിച്ചുകൊണ്ട് ഭൂമിജ മറുപടി പറഞ്ഞു, അതെ, ഇതെന്റെ വീടാണ്. ഈ നിൽക്കുന്നത് എന്റെ അച്ഛൻ, ദേ ആ വരുന്നത് എന്റെ അമ്മ. ഇത് കേട്ട് ഭവാനി അച്യുതന്റെ മുഖത്തേക്കൊന്ന് തറപ്പിച്ചു നോക്കി. ഇതെന്റെ മകളാ, അച്യുതൻ വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഭൂമിജയെ കണ്ടപ്പോൾ ഭവാനിക്ക് വല്ലാതെ മുഖപരിചയം തോന്നി. സത്യദാസിന്റെ കുഞ്ഞാണോ ഇത് എന്ന് ഒരു നിമിഷം അവളൊന്ന് സംശയിച്ചു. പക്ഷേ ആ കുട്ടി മരിച്ചുപോയല്ലോ എന്ന് കരുതി അവർ ആ ചിന്ത അവിടെ വെച്ചങ്ങ് ഉപേക്ഷിച്ചു. ഭൂമിജയെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് ഭവാനി അവിടെ ഒന്നും തന്നെ കാറെടുത്തു പോയി. ആരാ അച്ചുവേട്ടാ അത്? അംബിക ചോദിച്ചു. തൽക്കാലം നിങ്ങളതൊന്നും അറിയണ്ട. അച്യുതൻ ഒഴിഞ്ഞു മാറി. പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞോ? നാളെ രാവിലെ തന്നെ അവിടെ എത്തിക്കണം, ഭൂമിജ പറഞ്ഞു. അച്ചപ്പവും മുറുക്കും എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉണ്ണിയപ്പം മാത്രം ഉണ്ടാക്കിയാൽ മതി. അത് രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കാം, അംബിക പറഞ്ഞു. അങ്ങനെ അവർ 3 പേരും അകത്തേക്ക് പോയി. അച്യുതൻ അപ്പോഴും ഭവാനിയെക്കുറിച്ചുള്ള ആ ഒരു ഭയത്തിലായിരുന്നു. ഇതേ സമയം സൗഭാഗ്യപുരത്ത് അഞ്ജന വളരെ സന്തോഷവതിയായിരുന്നു. ആ വീടിന്റെ മരുമകളായി മാറാനുള്ള സ്വപ്നം അവളുടെ കണ്ണുകളിൽ തിളങ്ങി നിന്നു. അജയ് ആവട്ടെ ഉറങ്ങാനാവാതെ കടുത്ത വിഷമത്തിലുമായിരുന്നു. രാത്രിയിൽ അഞ്ജനയുടെ മുറിയിലേക്ക് ഭവാനി വന്നു. എങ്ങനെയെങ്കിലും അജയുടെ മനസ്സിൽ നീ കയറി കൂടണം മോളെ. നീ പറയുന്നത് പോലെ അജയ് അനുസരിക്കണം. അതിന് നിന്നെ കൊണ്ടേ കഴിയൂ. ഈ വീട്ടിലെ മരുമകളായി നീ വന്നതിന് ശേഷം ഇവിടുത്തെ എല്ലാം നീ വെട്ടിപ്പിടിക്കണം. ഇവിടുത്തെ സ്വത്തുക്കളും സമ്പത്തും എല്ലാം. അതിനാദ്യം വേണ്ടത് അജയുടെ മനസ്സിൽ ഇടം നേടുക എന്നാണ്. അവൻ മാത്രമായിരിക്കണം നിന്റെ ഉന്നം, മനസ്സിലായല്ലോ, ഭവാനി ഉപദേശിച്ചു. അത് അമ്മ പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാലോ അമ്മേ. എന്തു വേണമെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അജയെ ഞാൻ എന്റെ വരുതിയിലാക്കും.
കുട്ടിക്കാലം മുതലേ ഞാൻ അവനെ സ്വപ്നം കണ്ടു തുടങ്ങിയതാ, അവനെ സ്വന്തമാക്കുമെന്ന്. അവസാനം മുത്തശ്ശിയായിട്ട് തന്നെ എന്നെയും അജയെയും ഒന്നിപ്പിക്കാൻ നോക്കുവാണ്. അങ്ങനെയുള്ളപ്പോൾ അജയ് ഞാൻ വിട്ടുകളയോ? അമ്മ നോക്കിക്കോ, എൻ്റെ വലക്കുള്ളിലാക്കൂ ഞാൻ അവനെ, അഞ്ജന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ സൗഭാഗ്യപുരത്തെ കല്യാണ നിശ്ചയത്തിന്റെ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. പലഹാരങ്ങളുമായി ഭൂമിജ ആ വീടിന്റെ പടി ചവിട്ടി. മുത്തശ്ശി അവളെ കണ്ടപ്പോൾ സന്തോഷത്തോടുകൂടി അകത്തേക്ക് ക്ഷണിച്ചു. എല്ലാവരും ഭൂമിജയെ കൗതുകത്തോട് നോക്കി. മോളെ, സുഖം തന്നെയല്ലേ? അന്നുണ്ടാക്കിയ ഉണ്ണിയപ്പം അടിപൊളിയായിരുന്നു. അതേ ടേസ്റ്റ് ഇതിനും കാണുമോ? മുത്തശ്ശി ചോദിച്ചു. കാണും മുത്തശ്ശി, എൻ്റെ അമ്മ ഉണ്ടാക്കിയതാ, നല്ല കൈപുണ്യമാ അമ്മക്ക്. മുത്തശ്ശി ഒന്ന് കഴിച്ചു നോക്ക്. ഒരു ഉണ്ണിയപ്പം മുത്തശ്ശിയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ഭൂമിജ പറഞ്ഞു. അത് വാങ്ങിച്ച് ആസ്വദിച്ച് കഴിക്കുന്ന മുത്തശ്ശിയെ കണ്ട് ഭവാനിക്കും അഞ്ജനക്കും വല്ലാത്തൊരനിഷ്ടം തോന്നി. ഇതാ അച്യുതന്റെ മകളല്ലേ, ഇവളെന്താ ഇവിടെ? ഭവാനി ദേഷ്യത്തോട് ചോദിച്ചു. കുടുംബക്ഷേത്രത്തിൽ പൂജയ്ക്ക് ഇവരാണ് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയത്, അതുകൊണ്ട് ഇവർ തന്നെ ഈ ചടങ്ങിനും പലഹാരം ഉണ്ടാക്കട്ടെ എന്ന് തീരുമാനിച്ചത് ഞാനാണെന്ന് ഭവാനിയോട് മുത്തശ്ശി പറഞ്ഞു. എന്നിട്ട് ഭൂമിജയോടായിട്ട് മുത്തശ്ശി ചോദിച്ചു, മോൾ ഒറ്റക്കാണോ വന്നത്? ഇവിടെ ഒരു ചടങ്ങ് നടക്കാൻ പോവുക. എൻ്റെ പേരക്കുട്ടി, അതായത് അജയുടെയും അവന്റെ മുറപ്പെണ്ണായ അഞ്ജനയുടെയും കല്യാണ നിശ്ചയമായി ഇന്ന് 10 മണിക്ക് ചടങ്ങ് തുടങ്ങും. അച്ഛനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വാ, അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ മതി, അവരോട് വരാൻ പറ. അത് വേണം മുത്തശ്ശി. ഭൂമിജ മടിച്ചു നിന്നു. വേണം. മോളും ഈ വീട്ടിലൊരു അംഗത്തെ പോലെയാ എനിക്ക് തോന്നിയിട്ടുള്ളത്. മോളുടെ അച്ഛനും അമ്മയും അല്ലേ അവര് ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയ? മോളുടെ അമ്മയും അച്ഛനെയൊക്കെ നമുക്കൊന്ന് കാണണമല്ലോ, മുത്തശ്ശി സ്നേഹത്തോടെ നിർബന്ധിച്ചു. സന്തോഷത്തോടെ ഭൂമിജ തന്റെ അച്ഛനെയും അമ്മയും ഫോൺ വിളിച്ച് അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. വരാതിരുന്ന മുത്തശ്ശിക്ക് വിഷമമാവുമെന്ന് അവൾ കരുതി. അച്യുതനും അംബികയും അങ്ങോട്ടേക്ക് വരാൻ തയ്യാറെടുത്തു. ഈ സമയത്താണ് സത്യദാസ് അങ്ങോട്ടേക്ക് വന്നത്. ഭൂമിജയും സത്യദാസും പരസ്പരം കണ്ടു. സാറെന്താ ഇവിടെ? ഭൂമിജ അത്ഭുതത്തോട് ചോദിച്ചു. മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാരാണെന്ന് നിനക്ക് മനസ്സിലായോ? ഇതെന്റെ മകനാ, ഞാൻ അജയുടെ അമ്മാവനും. ഭൂമിജ ആശ്ചര്യപ്പെട്ടു. അപ്പോ മുത്തശ്ശിയുടെ മകനാണല്ലേ? നമ്മൾ മുമ്പ് കണ്ടപ്പോഴൊന്നും എന്നോട് സാർ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. സത്യദാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ അമ്മേ, ഞാൻ അജയെ കാണാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിലേക്ക് പോയിരുന്നപ്പോൾ ഈ കുട്ടി അവിടെ വെച്ച് കണ്ടിരുന്നു. സ്റ്റേഷനോട് ചേർന്ന് അവിടെ ഒരു ചായക്കട നടത്തുക ഇവള്. ഞാൻ 1-2 തവണ അവിടെ നിന്ന് ചായയും കുടിച്ചിട്ടുണ്ട്. മുത്തശ്ശി സന്തോഷത്തോടെ ചിരിച്ചു. അപ്പോഴേക്കും അജയ്ക്ക് കല്യാണ നിശ്ചയത്തിന് ഇടാനുള്ള ആ ഒരു ഡ്രസ്സുമായി സംഗീത വന്നു. അവരെ കണ്ടപ്പോൾ മറ്റാരോ വിളിച്ചുകൊണ്ടിട്ട് തന്നെ ഡ്രസ്സ് ഭൂമിജിയുടെ കയ്യിൽ കൊടുത്തിട്ട് സംഗീത പറയുന്നുണ്ട്, മോളെ ഈ ഡ്രസ്സൊന്ന് മുകളിലേക്ക് കൊണ്ടുപോയി വെക്കാമോ എന്ന്. അജയ്ക്ക് ഇന്ന് ഇടാനുള്ള ഡ്രസ്സാ. ഭൂമിജ ആ ഒരു ഡ്രസ്സുമായി മുകളിലേക്ക് പോയി. സത്യദാസും മുത്തശ്ശിയും അവിടെ തന്നെ നോക്കി നിന്നു. എൻ്റെ മകൾ അഭിരാമിയെ പോലെ തന്നെയുണ്ട് ഇല്ലേ അമ്മേ? സത്യദാസിന്റെ ശബ്ദമിടറി. ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്കും അത് തോന്നിയതാ. എവിടെയോ കണ്ടുമറന്നൊരു മുഖം, എന്തോ ഒരു അടുപ്പം പോലെ. അവളിപ്പോ ഈ കുട്ടിയുടെ പ്രായം വരുമായിരിക്കുമല്ലേ? കാണാൻ ഇതുപോലെ തന്നെ ആയിരിക്കുമല്ലേ? മുത്തശ്ശി ചോദിച്ചു. സത്യദാസിന്റെ കണ്ണുകൾ നിറഞ്ഞു. മുത്തശ്ശി വേഗം പറഞ്ഞു, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല മോനെ. ഈ കുട്ടിയെ കാണുമ്പോൾ എനിക്ക് നമ്മുടെ അഭിരാമിയെ മുഖമാ ഓർമ്മ വരുന്നത്. അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഇന്ന് നല്ലൊരു ദിവസമായിട്ട് നീ അതൊക്കെ ഒന്ന് മറക്ക്. എന്നെങ്കിലും ഒരിക്കൽ നിന്റെ മകളും ഭാര്യയും നിന്റെ അരികിലേക്ക് എത്തും, അത് ഉറപ്പാ സത്യ. നീ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഭഗവാൻ നിന്റെയും എന്റെയും പ്രാർത്ഥന എന്തായാലും കേൾക്കും. നീ വിഷമിക്കാതെ. മുകളിലെത്തിയ ഭൂമിജ അജയുടെ മുറി കണ്ടെത്തി വാതിൽക്കൽ മുട്ടി. അകത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുമായിരുന്നു അജയ്. നയനെ ഫോൺ വിളിച്ചിട്ട് അവൾ എടുക്കുന്നുമില്ല. വാതിൽ തുറന്നപ്പോൾ മുന്നിൽ ഭൂമിജയെ കണ്ടപ്പോൾ അവൻ ശരിക്കും അങ്ങ് ഞെട്ടി. നീയോ? നീ എന്താ ഇവിടെ? പൂജയ്ക്കുള്ള പലഹാരങ്ങൾ കൊണ്ടുവന്നതാ. അതിന്റെ ഓർഡർ എനിക്കാ കിട്ടിയത്. സർ ആദ്യം ഈ ഡ്രസ്സ് ഒന്ന് വാങ്ങിക്ക്, എന്നിട്ട് ഒരുങ്ങി സുന്ദരക്കുട്ടപ്പനായിട്ട് താഴേക്ക് വന്നേ. ഇന്ന് സാറിന്റെ കല്യാണ നിശ്ചയമല്ലേ? കുട്ടിയെ ഞാൻ കണ്ടു, പേര് അഞ്ജന. പക്ഷേ സാറിന് അത്ര മാച്ചില്ല എന്ന് തോന്നി. എന്തായാലും മുത്തശ്ശിയുടെ ആഗ്രഹമല്ലേ, നല്ല കുട്ടിയായിരിക്കും, കുസൃതിയോടുകൂടെ ഭൂമിജ പറഞ്ഞു. ഇത് കേട്ട് ദേഷ്യം വന്ന അജയ് അവളുടെ കയ്യിൽ നിന്നും ആ ഡ്രസ്സ് പെട്ടെന്നങ്ങ് പിടിച്ചു വാങ്ങിച്ച് വാതിലങ്ങ് കൊട്ടിയടച്ചു. ഭൂമിജ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. നടുവഴിയിൽ അവൾ ഒരു പഴയ ഡോറ് കണ്ടു. കൗതുകത്തോടുകൂടി അവൾ ആ ഒരു ഡോർ തുറന്നു. അവിടെ ചുമര് നിറയെ ഫോട്ടോകൾ ഉണ്ടായിരുന്നു. സത്യദാസിന്റെ ഭാര്യയുടെയും കുഞ്ഞായ അഭിരാമിയുടെയും ചിത്രങ്ങൾ. അവൾ ആ ഫോട്ടോക്ക് തന്നെ നോക്കി നിന്നു. ആ ചിത്രത്തിലുള്ളത് സ്വന്തം അമ്മയാണെന്നും ആ കുഞ്ഞു താനാണെന്നും അറിയാതെ ഭൂമിജ ആ മുഖങ്ങളിൽ നിന്ന് തൊട്ടു തലോടി. അവിടേക്ക് സത്യദാസ് കയറി വന്നു. അതാണ് എൻ്റെ മകളും ഭാര്യയുമെന്ന് അദ്ദേഹം വേദനയോടുകൂടെ ഭൂമിജയോട് പറഞ്ഞു. ഭൂമിജ തിരിഞ്ഞു നോക്കി. എന്നിട്ട് ഇപ്പോൾ ഇവരൊക്കെ എവിടെയാ? ഇവരെയൊന്നും കണ്ടില്ലല്ലോ. 22 വർഷങ്ങൾക്ക് മുമ്പ് അവരെനിക്ക് നഷ്ടപ്പെട്ടു. എവിടെയുണ്ടെന്ന് അറിയില്ല മോളെ. സാർ എന്തൊക്കെയായി പറയുന്നത്? അവരെവിടെ പോയെന്ന് അറിയില്ലേ? ഭൂമിജ സങ്കടത്തോട് ചോദിച്ചു. മോളെ, അതിനെക്കുറിച്ച് എന്നോടൊന്നും ചോദിക്കണ്ട. ഈ മുറി തുറക്കാനോ ഇതിൽ കയറാനോ എനിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇന്നാണ് ഈ മുറി തന്നെ കാണുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെയും ഭാര്യയുടെയും ഓർമ്മകൾ എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു. എല്ലാം മറക്കാൻ വേണ്ടിയാ അവിടെ നിന്നും മാറി ഞാൻ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയത്. സത്യദാസിന്റെ കണ്ണുനീർ കണ്ടപ്പോൾ ഭൂമിജിയുടെ ഹൃദയം പിടഞ്ഞു.
അവൾ അദ്ദേഹത്തിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു, സാറ് വിഷമിക്കരുത്, മകളും ഭാര്യയും സാറിന്റെ അരികിലേക്ക് തന്നെ വരും. അച്ഛ എന്ന് വിളിച്ച് സാറിനെ മകൾ സാറിന്റെ മുന്നിലേക്ക് വരും. ഇത് ഈ ഭൂമിജയുടെ വാക്കാ. സാറിന്റെ ഭാര്യയും സാറിന്റെ കുഞ്ഞുമായി സാർ സന്തോഷത്തോടു കൂടി ജീവിക്കും. ധൈര്യം കൈവിടരുത്. എവിടെയെങ്കിലും നമുക്കുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കാം. ആ വാക്കുകൾ സത്യദാസിന് വല്ലാത്തൊരു ആശ്വാസമാണ് നൽകിയത്. ഇതേ സമയം താഴെ ചടങ്ങുകൾ തുടങ്ങാനുള്ള സമയമായിരിക്കുന്നു. എല്ലാവരും ഹാളിൽ ഒത്തുകൂടി. അച്യുതനും അംബികയും അങ്ങോട്ടേക്ക് വന്നു. ഭൂമിജ അവരെ എല്ലാവരെയും പരിചയപ്പെടുത്തി. അച്യുതനെ അവിടെ വെച്ച് കണ്ടപ്പോൾ ഭവാനി വീണ്ടും ഒന്ന് ഞെട്ടി. തന്റെ മകൾ ജനിച്ചു വളർന്ന വീടാണിതെന്ന് അച്യുതന് മനസ്സിലായിരുന്നു. ഭൂമിജയുടെ യഥാർത്ഥ അച്ഛൻ സത്യദാസ് ആണെന്നുള്ള ആ ഒരു വലിയ സത്യം അച്യുതനെ വല്ലാതെ ഭയപ്പെടുത്തി. ഭവാനി എങ്ങാനും ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ. അച്യുതൻ പേടിയോടുകൂടി ഭവാനിയെ നോക്കി. ഭവാനിയുടെ കണ്ണുകളിൽ സംശയത്തിന്റെ നിഴലുകൾ പടരുന്നത് അയാൾ കണ്ടു. അപ്പോഴേക്കും അജയ് താഴേക്ക് വന്നു. നീല നിറത്തിലുള്ള ഷർട്ടായിരുന്നു അവന്റെ വേഷം. യാദൃശ്ചികമെന്നോണം ഭൂമിജയുടെ വസ്ത്രവും അതേ നീല നിറം തന്നെയായിരുന്നു. ഇത് കണ്ട് മുത്തശ്ശി പറഞ്ഞു, ഇതെന്താ ഭൂമിജയെ, അജയും നീയും ഒരേ കളർ ഡ്രസ്സാണല്ലോ ഇട്ടിരിക്കുന്നത്. ആൽഫ്രഡ് ഉടനെ തന്നെ കളിയാക്കി പറഞ്ഞു, അത് കണ്ടാ തോന്നും ഭൂമിജയും അജയും തമ്മിലുള്ള കല്യാണ നിശ്ചയമാ ഇപ്പൊ നടക്കാൻ പോകുന്നത് എന്ന്. ഏതായാലും നല്ല മേച്ച രണ്ടുപേരും. ഇത് കേട്ട് അജയ് ഭൂമിജയെ തന്നെ കണ്ണെടുക്കാതെ നോക്കി. ഭവാനിക്കും അഞ്ജനക്കും ഇത് കേട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവരുടെ മുഖം കോപം കൊണ്ട് ചുവന്നു. എന്താ ആൽഫ്രഡേ നീ ഈ പറയുന്നത്? തമാശയാണെങ്കിലും അഞ്ജനക്കത് സഹിക്കില്ല. അജയ്, നീ പോയിട്ട് അഞ്ജനയുടെ അടുത്ത് പോയിരിക്ക്. രണ്ടുപേരും ആ സോഫയിലിരിക്ക്. ചടങ്ങ് തുടങ്ങാൻ സമയമായി, മുത്തശ്ശി ശാസനയോടെ സ്വരത്തിൽ പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ അജയ് പോയിരുന്നു. അഞ്ജന അവനെ തന്നെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടെങ്കിലും അജയ് അവളെന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാവുന്നില്ല. തന്നെ അജയ് സ്നേഹിക്കുന്നില്ല എന്ന് അഞ്ജനക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എന്താ അജയ്, താൻ എന്താ ഒരു സന്തോഷമില്ലാതെ ഇരിക്കുന്നത്? നമ്മുടെ വിവാഹ നിശ്ചയമായിന്ന്. ഒന്ന് ചിരിക്കെങ്കിലും ചെയ്യേ. എനിക്ക് എന്തുമാത്രം സന്തോഷമായി എന്നറിയാമോ? അഞ്ജന പതുക്കെ അവനോട് പറഞ്ഞു. അജയ് യാതൊരുവിധ ഭാവവ്യത്യാസവുമില്ലാതെ വെറുതെയിരുന്നു. അങ്ങനെ പൂജകൾ ആരംഭിച്ചു. പൂജാരി അജയ്ക്കും അഞ്ജനയും വിളിച്ചുകൊണ്ടതിന് വിളക്ക് കൊളുത്താനായി വിളിച്ചു. രണ്ടുപേരും എഴുന്നേറ്റ് നിലവിളക്കിന്റെ അടുത്തേക്ക് പോയി. തിരി കൊളുത്താൻ തുടങ്ങിയ ആ ഒരു നിമിഷം പിന്നിലൂടെ വന്ന ഭൂമിജിയുടെ കാല് അറിയാതെയൊന്ന് തെന്നി. അവൾ മുന്നോട്ട് ആഞ്ഞുപോയി. നിലത്ത് വീഴാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ അവൾ മുന്നിലുണ്ടായിരുന്ന അജയുടെ കയ്യിലങ്ങ് കയറി പിടിച്ചു. ആ ഒരു നിമിഷത്തിൽ അജയുടെ കയ്യിലുണ്ടായിരുന്ന ദീപം അജയും ഭൂമിജയും ചേർന്നുകൊണ്ടാണ് നിലവിളക്ക് പകർത്തിയത്. അഞ്ജന പിന്നിലേക്ക് അങ്ങ് വീണുപോയി. അജയുടെ യഥാർത്ഥ മുറപ്പെണ്ണായ അഭിരാമയും അജയും ചേർന്ന് ആദ്യത്തെ തിരിത് കൊളുത്തിയിരുന്നു. പ്രകൃതി അവരുടെ ഒരുമിക്കലിന് മുൻകൂട്ടി നൽകിയ ആ ഒരു സൂചന പോലെ തന്നെ അഞ്ജന കോപം കൊണ്ട് ജ്വലിച്ചു. അയ്യോ ക്ഷമിക്കണം, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, എന്റെ കാല് തന്നെയതാ, ഭൂമിജ പരിഭ്രമത്തോടെ പറഞ്ഞു. അത് സാരമില്ല മോളെ എന്ന് മുത്തശ്ശി ആശ്വസിപ്പിച്ചു. എന്നാ പൂജാരിയുടെ മുഖം മങ്ങി. തുടക്കത്തിലെ ലക്ഷണക്കേടാണല്ലോ കാണുന്നത്. കുറച്ച് പൂജകൾ കൂടി ചെയ്യേണ്ടി വരും, തടസ്സങ്ങളൊക്കെ മാറാനായിട്ട്. പിന്നീട് അഞ്ജനയും അജയും ചേർന്ന് രണ്ടാമത് തിരി കൊളുത്ത് ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി. എന്നാൽ അച്യുതൻ ഭവാനിയുടെ കണ്ണിൽ പെടാതെ ചടങ്ങ് കഴിയുന്ന ഉടനെ തന്നെ അവിടെ നിന്നും പതിയെ ഇറങ്ങിപ്പോയിരുന്നു. ഭൂമിജ അടുക്കളയിൽ ചെന്ന് ബാക്കിയുള്ള പലഹാരങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കാനായി പ്ലേറ്റുകളൊക്കെ എടുത്തു വെക്കുമായിരുന്നു. അങ്ങോട്ടേക്ക് ദേഷ്യത്തോട് അഞ്ജന പാഞ്ഞു വന്നു. നീ ആരാടി ഈ വീട്ടിൽ വന്നു കയറി ഈ ചടങ്ങൊക്കെ നശിപ്പിക്കാൻ? നിന്നോട് ആരാടി പറഞ്ഞത്? നീ മനഃപൂർവ്വം ചെയ്തതല്ലേടി ഇത്? അഞ്ജന ചീറിപ്പാഞ്ഞു. മാഡം എന്തൊക്കെയായി പറയുന്നത്? അല്ല കുട്ടി എന്തൊക്കെയായി പറയുന്നത്? നമ്മൾ ഒരേ പ്രായമായിരിക്കും, അതുകൊണ്ട് മാഡം എന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാ നിങ്ങൾ ഈ പറയുന്നത്. ഭൂമിജ ശാന്തമായി പറഞ്ഞു. എടി നീ കൂടുതലൊന്നും പറയണ്ട, നീ മനഃപൂർവ്വം ചെയ്തതാ അത്. ആണെങ്കിൽ അങ്ങനെ തന്നെ വിചാരിച്ചോ, മനഃപൂർവ്വം തന്നെയാ. അതിന് നിനക്ക് എന്താ ഇപ്പൊ വേണ്ടത്? ഒന്ന് മാറി നിൽക്കടി. ഭൂമിജ ഒട്ടും വിട്ടുകൊടുത്തില്ല. എടി എന്നോ എന്നെയോ അലറിക്കൊണ്ട് അഞ്ജന തന്റെ കൈ വീശി ഭൂമിജയുടെ കർണത്തന്ന് ആഞ്ഞടിച്ചു. അടുത്ത നിമിഷം ഒട്ടുമടിക്കാതെ ഭൂമിജ തന്റെ കൈകൾ ഉയർത്തി അഞ്ജനയുടെ കവിളത്ത് പകരത്തിന് പകരം എന്നോണം തിരിച്ചടിച്ചു. അഞ്ജന പകച്ചുപോയി. എടി നീ എന്നെ തല്ലിയല്ലേടി? അഞ്ജന കവിളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. അതെ തല്ലി, എന്നെ തല്ലി ഞാൻ തിരിച്ചു തല്ലും. കാരണം നീ എന്റെ വയസ്സിന് മൂത്ത ആളൊന്നുമല്ലല്ലോ. ഒരു തെറ്റും ചെയ്യാതെ എന്റെ ദേഹത്ത് തൊടാൻ നിനക്ക് എന്ത് അധികാരമുള്ളത്? ഇനി അടി വാങ്ങാനാണെങ്കിൽ എന്റെ മുന്നിൽ നിന്ന് പോടി. ഭൂമിജയുടെ കണ്ണുകളിൽ തീ പാറി. അപമാന ഭാരത്താൽ അഞ്ജന അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. ആരോടും ഈ വിവരം പറയാതെ ഭൂമിജിയോട് ഇതിന് വലിയൊരു പ്രതികാരം ചെയ്യണമെന്ന് തന്നെ അവൾ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ വീട്ടിലേക്ക് എത്തിയ അച്യുതന് കടുത്ത തലവേദന അനുഭവപ്പെട്ടു. പെട്ടെന്ന് തന്നെ മൂക്കിൽ നിന്നും രക്തം വരാനും തുടങ്ങി. വല്ലാത്തൊരു തലയിറക്കം. അപ്പോഴാണ് ഭൂമിജിയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നത്. അവൾ ഫോണ് വീട്ടിൽ വെച്ചിട്ടായിരുന്നു പോന്നത്. അച്യുതൻ ആ ഒരു കോൾ എടുത്തു. അത് ബാങ്ക് മാനേജർ ആയിരുന്നു. ഹലോ, ഇത് ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്. ഭൂമിജി അല്ലേ? ഭൂമിജി ഇവിടെ ഇല്ല സർ. എന്താ, ലോണിന്റെ കാര്യത്തിനാണോ? അച്യുതൻ ചോദിച്ചു. മാനേജർ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. അച്യുതന് സുഖമില്ലെന്നും പറഞ്ഞ് 15 ലക്ഷത്തോളം രൂപ ചെലവാവണമെന്നൊക്കെ ഭൂമിജ പറഞ്ഞിരുന്നു. ക്യാൻസർ ആണെന്നും ബ്രെയിൻ ട്യൂമർ ആണെന്നൊക്കെ ബാങ്കിൽ വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിരുന്നു. ഭൂമിജ ഹെഡ് ഓഫീസുമായി ഇതിനെക്കുറിച്ച് സംസാരിച്ച് 5 ലക്ഷം രൂപ വരെ ലോൺ അനുവദിച്ചിട്ടുണ്ട്. ഇത് പറയാനാണ് ഞാനിപ്പോൾ വിളിച്ചത്.
എന്നാൽ ആ ബാങ്ക് മാനേജറുടെ വാക്കെല്ലാം കേട്ടപ്പോൾ അച്യുതൻ ആകെ തരിച്ചുപോയി. തന്റെ അസുഖത്തെക്കുറിച്ച് താൻ ഒരു വലിയ ക്യാൻസർ രോഗിയാണ് എന്ന ആ ഒരു വലിയ സത്യം അയാൾ ആദ്യമായി തിരിച്ചറിയുകയായിരുന്നു. ഉടനെ തന്നെ ഫോൺ കട്ട് ചെയ്ത് അയാൾ തന്നെ ചികിത്സിച്ച ആ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ഓടി. എന്താ ഡോക്ടർ, എനിക്കും എന്റെ അസുഖത്തിനും എന്താ സംഭവിച്ചത്? അച്യുതൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. ഡോക്ടർ സങ്കടത്തോട് പറഞ്ഞു, ഓപ്പറേഷൻ നടന്നില്ലെങ്കിൽ ഏതു നിമിഷവും എന്തു സംഭവിക്കാം. 15 ലക്ഷത്തോളം രൂപ ഇതിന് ചെലവ് വരും. പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്തണം. അത് ഭൂമിജിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നെഞ്ചു പിളരുന്ന വേദനയോടുകൂടെ അച്യുതൻ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി. തന്റെ മകൾ ഇത്രയും വലിയൊരു ഭാരം ഒറ്റയ്ക്ക് ചുമക്കുകയായിരുന്നല്ലോ എന്നോർത്തപ്പോൾ ആ അച്ഛന്റെ ഹൃദയം അങ്ങ് പൊട്ടി. അയാൾ വാവിട്ട് കരഞ്ഞു. തന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ആ ഒരു സത്യം മറച്ചു വെച്ചത്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവൾ തീർത്തും അനാഥയാവും. ഭവാനി അവളെ ഇല്ലാതാക്കും. അതിനു മുൻപ് തന്നെ ആ വലിയ സത്യം അറിയേണ്ടവരേക്ക് അറിയിക്കണം. തന്റെ മകളെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കണം. അതിന് അവളുടെ യഥാർത്ഥ അച്ഛനായ സത്യദാസിനെ തന്നെ കാണണം. അദ്ദേഹം മാത്രമേ അവളെ സംരക്ഷിക്കുകയുള്ളൂ. അങ്ങനെ വീട്ടിലെത്തിയ ഉടനെ തന്നെ അച്യുതൻ സത്യദാസിനെ കാണാൻ വേണ്ടിയിട്ട് സൗഭാഗ്യപുരത്തേക്ക് തിരിച്ചു. എന്നാൽ അവിടെ എത്തിയ അച്യുതൻ കേട്ടത് മറ്റൊരു ഞെട്ടിക്കുന്ന സംഭാഷണമായിരുന്നു. വീടിന് പുറത്തുനിന്ന് ഭവാനിയും ഒരു ഗുണ്ടയും തമ്മിൽ സംസാരിക്കുകയാണ്. അച്യുതൻ ഇരുട്ടത്ത് മറഞ്ഞു നിന്നുകൊണ്ട് തന്നെ അത് കേട്ടു. അച്യുതനെ ഞാൻ ഇന്നിവിടെ വെച്ച് കണ്ടു. അയാളുടെ മകളെയും ഭാര്യയും അയാൾക്കൊരു മകളുമുണ്ട്. ആ കുട്ടി അയാളുടെ സ്വന്തം മകളാണോ അതോ ഞാൻ കൊല്ലാനേൽപ്പിച്ച അഭിരാമിയാണോ എന്ന് എനിക്കറിയണം. എനിക്ക് വലിയ സംശയങ്ങളുണ്ട്. ആ കുട്ടിയെ കണ്ട അയാളുടെ മകളാണെന്നൊന്നും പറയില്ല. അഭിരാമിയുടെ അതേ ചായ അവൾക്ക്. എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു സത്യം കണ്ടുപിടിക്കണം. ഭവാനി ഗുണ്ടയോട് അത് കൽപ്പിക്കുകയായിരുന്നു. ഗുണ്ട തലയാട്ടുന്നത് കണ്ട് അച്യുതന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. ആരും കാണാതെ അയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഒരു ടാക്സി പിടിച്ച് അതിൽ കയറി കാത്തിരുന്നു. സത്യദാസ് വീട്ടിലേക്ക് വരുമ്പോൾ അയാളുടെ പിന്നാലെ പോയി സത്യങ്ങളൊക്കെ തുറന്നു പറയാനായിരുന്നു അച്യുതന്റെ തീരുമാനം. വളരെ വൈകി രാത്രിയായപ്പോൾ സത്യദാസിന്റെ കാർ അവിടെ നിന്നും ഇറങ്ങുന്നത് അച്യുതൻ കണ്ടു. ആ കാറിനെ പിന്തുടർന്ന് അച്യുതൻ സത്യദാസിന്റെ വീട്ടിലേക്ക് എത്തി. സത്യദാസ് മുറിയിലെത്തി ഡ്രസ്സൊക്കെ മാറി വരുമ്പോഴാണ് കോളിംഗ് ബെല്ല് മുഴങ്ങിയത്. വാതിൽ തുറന്നപ്പോൾ മുന്നിൽ കിതച്ചു നിൽക്കുന്ന അച്യുതൻ. സ്വന്തം മകളുടെ അച്ഛനാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന ചിന്തയോടുകൂടെ അച്യുതൻ ആ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ഇത് ഭൂമിജിയുടെ അച്ഛനല്ലേ? എന്താ ഈ സമയത്ത്? അല്ല, എന്റെ വീട് എവിടെയാണെന്ന് എങ്ങനെ മനസ്സിലാക്കി? സത്യദാസ് അത്ഭുതത്തോട് ചോദിച്ചു. സർ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. എനിക്ക് സാറിനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അച്യുതന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. സത്യദാസ് അയാളെ അകത്തേക്ക് ക്ഷണിച്ചു. അച്യുതൻ കൈകൂപ്പിക്കൊണ്ട് തന്നെ പറഞ്ഞു തുടങ്ങി. സർ, എന്റെ മകൾ ഭൂമിജയെ സാറിനറിയാമല്ലോ. അത് സാറിന്റെ ആരാണെന്നറിയാമോ? സാറിന്റെ സ്വന്തം മകളാ. 23 വർഷങ്ങൾക്ക് മുൻപ് എന്റെ കയ്യിൽ കിട്ടിയ സാറിന്റെ മകളാ ഇന്ന് എന്റെ മകളായി എന്റെ വീട്ടിൽ ജീവിക്കുന്ന എന്റെ ഭൂമിജ. അവൾ സാറിന്റെ അഭിരാമിയാണ് സാറേ. സത്യദാസ് ആകെ ഞെട്ടിത്തെറിച്ചു. അയാളുടെ ചുണ്ടുകൾ വിറച്ചു. എന്താ താനീ പറയുന്നത്? ഭൂമിജ എന്റെ മകളാണെന്നോ? കണ്ണീരോടുകൂടെ തന്നെ അച്യുതൻ പറഞ്ഞു. അതെ സാറേ, സാർ എന്നോട് ക്ഷമിക്കണം. വർഷങ്ങൾക്ക് മുൻപ് കണ്ണൂരിൽ സൗഭാഗ്യ ഫാർമസി ഓർമ്മയുണ്ടല്ലോ? ആ കമ്പനി തകർന്നപ്പോൾ ഒറ്റപ്പെട്ടുപോയ ഭവാനി, അവരുടെ കമ്പനിയിൽ ഡ്രൈവറായിരുന്നു ഞാന്. അങ്ങനെയാണ് ഞാൻ ജീവിച്ചു പോയിരുന്നത്. ആ കമ്പനി തകർന്നപ്പോൾ ജീവിക്കാൻ വേറെ മാർഗമില്ലാതെ ഞാൻ അവരുടെ അരികിലേക്ക് എത്തി. അപ്പോഴാണ് തന്റെ ഭാര്യയിൽ നിന്നും തട്ടിയെടുത്ത ആ സാറിന്റെ മകളാണെന്ന് തന്നെ ഞാൻ കാണുന്നത്. ആ പിഞ്ചു കുഞ്ഞിനെ എന്റെ കയ്യിൽ തന്നിട്ട് ഭവാനി പറഞ്ഞു മലമുകളിലേക്ക് കൊണ്ടുപോയി തള്ളിയിടാന്, ആ കുഞ്ഞിനെ കൊന്നു കളയാന്. പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല സാറേ. ആ കുഞ്ഞിനെ എന്റെ കുഞ്ഞായി ഇത്രയും വർഷം ഞാൻ വളർത്തി. ഭവാനിയോട് ആ കുഞ്ഞ് മരിച്ചുപോയെന്ന് ഞാൻ കള്ളം പറഞ്ഞു. അതിനുള്ള തെളിവ് ഞാൻ ഉണ്ടാക്കി. ഇപ്പോഴും ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്ന് അവർക്കറിയില്ലായിരുന്നു. പക്ഷേ ഇന്നലെ സൗഭാഗ്യപുരത്ത് വെച്ച് ഭവാനി അവളെ കണ്ടു. അവർക്ക് നല്ല സംശയമുണ്ട് ഭൂമിജി സാറിന്റെ മകളാണോ എന്ന്. അതിന്റെ അന്വേഷണം അവർ തുടങ്ങിക്കഴിഞ്ഞു. സത്യദാസ് ഇതൊന്നും വിശ്വസിക്കാനാവാതെ തകർന്ന ഹൃദയത്തോടുകൂടെ തന്നെ അതെല്ലാം കേട്ടു നിൽക്കുമായിരുന്നു. അച്യുതൻ തുടർന്നു. ഞാൻ ഏതു നിമിഷവും മരിക്കാവുന്ന ഒരു സ്റ്റേജിലാ സാറേ ഇപ്പോൾ ഉള്ളത്. എനിക്ക് ക്യാൻസറാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് തന്നെ സത്യമെല്ലാം സാർ അറിയണമെന്ന് എനിക്ക് തോന്നി. എന്റെ മകളെ ആ ഭവാനി കൊല്ലുന്നതിന് മുൻപ് തന്നെ സാർ ഒന്ന് രക്ഷിക്കണം. എന്റെ സ്വന്തം ജീവനേക്കാൾ ഞാൻ അവളെ സ്നേഹിച്ചു, സാറിന്റെ മകളെ. അതുകൊണ്ട് ആ സത്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. എന്റെ മകൾക്ക് ഇതൊന്നും അറിയില്ല സാറേ. ഞാനാണ് അവളുടെ സ്വന്തം അച്ഛനെന്ന് കരുതി എന്നെ പൊന്നു പോലെയാണ് എന്റെ മോള് നോക്കുന്നത്. സത്യദാസിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി ഒഴുകി. താൻ കണ്ടപ്പോൾ സ്വന്തം മകളാണെന്ന് മനസ്സിൽ മന്ത്രിച്ച അതേ പെൺകുട്ടി, തന്റെ അഭിരാമി. അദ്ദേഹത്തിന്റെ ഹൃദയം അഭിമാനവും വാത്സല്യം സങ്കടം കൊണ്ട് വിങ്ങിപ്പൊട്ടി. താൻ ആദ്യം കണ്ടപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയത് സത്യമായിരുന്നു. എന്റെ മകൾ, എന്റെ അഭിരാമി, അതാണോ ഭൂമിജ എന്ന് സത്യദാസ് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. അതെ സാറേ, ആ ഭവാനിയിൽ നിന്നും എന്റെ മകളെ, സാറിന്റെ മകളെ രക്ഷിക്കണം. അച്യുതൻ കേണപേക്ഷിച്ചു. സത്യദാസിന്റെ കണ്ണുകളിൽ പെട്ടെന്ന് തന്നെ തീ പാറി മിന്നി. ഒരു സിംഹത്തെ പോലെ അയാൾ ഗർജിച്ചു. ഇനി എന്റെ മകളെ ഭവാനി തൊടില്ല. അവൾക്കറിയാമായിരിക്കും എന്റെ ഭാര്യ എവിടെയുണ്ടെന്ന്. ഞാൻ കണ്ടുപിടിക്കും എന്റെ ഭാര്യയെ. എന്റെ മകളെയും എന്റെ ഭാര്യയെയും
എൻ്റെ മകളെയും എൻ്റെ ഭാര്യയെയും ഞാൻ ഇനി തിരികെ സ്വന്തമാക്കിയിരിക്കും. താൻ വിഷമിക്കേണ്ട അച്യുതൻ. ഇത്രയും വർഷം എൻ്റെ മകളെ കൊല്ലാതെ പൊന്നു പോലെയാണ് താൻ വളർത്തിയത് എന്ന് എനിക്കറിയാം. അച്ഛനാണ് അവളുടെ ലോകമെന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവൾ കരുതുന്നുണ്ടെങ്കിൽ താൻ അത്രമാത്രം എൻ്റെ മകളെ പൊന്നുപോലെ സ്നേഹിച്ച് വളർത്തിയിട്ടുണ്ടാവും. ആ വാക്ക് കേട്ട് അച്യുതന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. താൻ ചെയ്ത വലിയ തെറ്റിന് ഈ അച്ഛൻ മാപ്പ് നൽകിയിരിക്കുന്നു. തന്റെ മകൾ ഇനി സുരക്ഷിതമായിരിക്കുമെന്നൊരു വിശ്വാസം അച്യുതന്റെ ഉള്ളിൽ നിറഞ്ഞു. വരാനിരിക്കുന്ന വലിയ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു രാത്രിയായിരുന്നു ഇത്. ഇരുളിൽ നിന്ന് വെളിച്ചത്തേക്കുള്ള ആ ഒരു സത്യത്തിലേക്കുള്ള യാത്രയുടെ തുടക്കം. പകരത്തിന് പകരം ചോദിക്കാൻ സത്യദാസ് ഇറങ്ങുമ്പോൾ തകർന്നടിയാൻ പോകുന്നത് ഭവാനിയുടെ കോട്ടകളായിരിക്കും. അത് കാലം ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. അങ്ങനെ ഇവർ വിവാഹിതരായ സീരിയലിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.